ഇനി ഷൂട്ട് ചെയ്യേണ്ടത് ഈ കാറ് നിർത്തിയിട്ട് അതിലേക്ക് വെടിവെക്കുന്ന സീക്വൻസാണ്. അപ്പം ഗൺ രാജേന്ദ്രനുണ്ട്. ഗൺ രാജേന്ദ്രൻ എന്നാൽ നമ്മുടെ പഴയകാല സിനിമകളിൽ മുഴുവൻ ഗണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പ്ലോഷൻസും എല്ലാം ചെയ്യുന്നത് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിനെ ഗൺ രാജേന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു 3 മാസം മുമ്പ് ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തപ്പം ഗൺ രാജേന്ദ്രൻ അദ്ദേഹത്തിനെ ഞാൻ കണ്ടു. ഞാൻ കുറേ നാൾ അണ്ണാ എങ്ങനെയുണ്ട് സൗഖ്യമാണെന്നൊക്കെ പറഞ്ഞ് കുറേ പഴയ കഥകളൊക്കെ സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അദ്ദേഹമായിട്ട് ഒരുപാട് നാളിന് ശേഷം കാണുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കണക്ട് ചെയ്ത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. ഈ കാറിന് അകത്തൂടെയൊക്കെ വയറൊക്കെ ഇട്ട് അത് വെളിയിലെടുത്ത് പിന്നെ അതിൻ്റെ കണക്ഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇയാൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ചെയ്യുക. പുറകിൽ റോഡ്. ഞങ്ങളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത് റെഡി ആയിട്ട് വേണം കൊണ്ടിട്ട് ഷോട്ട് എടുക്കുക. കറക്റ്റ് ആ സമയത്ത് ഈ പോലീസ് വണ്ടി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നു. ഓരോ പട്ടാളല്ല പോലീസുകാർ ഇറങ്ങുന്നു. അപ്പോൾ ഈ ഇറങ്ങുന്ന പോലീസുകാർക്ക് അറിയില്ല ഇവിടെ എന്താ നടക്കണമെന്ന്. അവർ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. കൈയടിച്ചില്ല പുറേ പോകുന്നതാണ് എല്ലാം കൈയടിച്ചു. നമ്മളൊക്കെ പുറകോട്ടിറങ്ങി. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരുത്തൻ ഈ കാറിൻ്റെ സൈഡിലിരുന്ന് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ വയറൊക്കെ കടിക്കുന്നു മുറിക്കുന്നു കണക്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ നോക്കിയപ്പം എന്തോ ഒരു പന്തികൾ പതുക്കെ അടുത്ത് വന്നിട്ട് ക്യാ കർത്താ ചോദിച്ചു. യവൻ ആരും പോലും നോക്കിയില്ല, അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. ബാംബ് ഫിറ്റിംഗ് കർത്താ എന്ന് പറഞ്ഞു. അതുവഴി പ്രസിഡൻറ്റ് അങ്ങോട്ടാ പോവാ 10 മിനിറ്റ് കഴിഞ്ഞാൽ. എൻ്റെ ദൈവമേ, ഇയാൾ ഈ തോക്കിനെ തിരിച്ച് എന്തോന്നോ പറഞ്ഞു. അയാൾ പേടിച്ച് ഉടനെ അവിടെ നിന്ന് ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ഓടി വന്നു. അയ്യോ ഫിലിം ഷൂട്ടിങ്. ഇയാൾക്ക് ആ കൂടെ ഇത് മാത്രമേ കേട്ടുള്ളൂ, ബോംബ് ഫിറ്റിംഗ് കർത്തായെന്ന്. അതായത് ഈ പ്രസിഡൻറ്റ് ബോംബ് പൊട്ടിക്കാനായിട്ട് വെച്ചോണ്ടിരിക്കുകയാണെന്നാണ് അവൻ വിചാരിച്ചത്, ഈ പോലീസുകാരൻ.